ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബഹ്റൈൻ സന്ദർശന പരിപാടികളുടെ സമയക്രമ പട്ടികയും ലോഗോയും ആപ്തവാക്യവും വത്തിക്കാൻ പുറത്തിറക്കി. നവംബർ 3 മുതൽ 6 വരെ തീയതികളിലാണ് പാപ്പയുടെ ബഹ്റൈനിലേക്കുള്ള അപ്പസ്തോലിക യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യത്തെ ചെറിയ കത്തോലിക്ക അജഗണത്തെ സന്ദർശിക്കുന്നതിനും ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുമായി 2022 നവംബർ 3 മുതൽ 6 വരെയുള്ള തീയതികളിൽ ബഹ്റൈനിലേക്ക് അപ്പസ്തോലിക സന്ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. നവംബർ 3, 4 തീയതികളിൽ നടക്കുന്ന ഫോറത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ലധികം മതനേതാക്കളും പങ്കെടുക്കും. സന്ദർശിക്കാനും ഫോറത്തിൽ പങ്കെടുക്കാനും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹ്റൈൻ യാത്രയ്ക്ക് പദ്ധതിയിട്ടത്. പരിപാടികളുടെ സമയക്രമമനുസരിച്ച് ഒക്ടോബർ 3 വ്യാഴാഴ്ച രാവിലെ 9:30 റോമിലെ ഫിയൂമിസിനോ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്ന മാർപ്പാപ്പ സെൻട്രൽ ബഹ്റൈൻ നഗരമായ അവാലയിൽ വൈകുന്നേരം 4:45 സഖീർ എയർബേസിൽ എത്തിച്ചേരും. തുടർന്ന് സഖീർ രാജകൊട്ടാരത്തിൽ വെച്ച ഹമദ് രാജാവുമായും ബഹ്റൈൻ അധികാരികൾ, നയതന്ത്ര സേന എന്നിവരുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച രാവിലെ ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗിന്റെ സമാപന സമ്മേളനത്തിൽ മാർപ്പാപ്പ പങ്കെടുക്കും. പിന്നീട് ഉച്ചകഴിഞ്ഞ് അൽ അസ്ഹറിലെ ഗ്രാൻഡ് ഇമാമുമായും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് അംഗങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അവാലയിലെ അവർ ലേഡി ഓഫ് അറേബ്യൻ കത്തീഡ്രൽ എന്ന എക്യുമെനിക്കൽ മീറ്റിംഗും സമാധാനത്തിനായുള്ള പ്രാർത്ഥനയും നടത്തിയ ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹ്റൈനിൽ താമസിക്കുന്ന ക്രൈസ്തവരുമായി സമയം ചിലവഴിക്കും. ശനിയാഴ്ച ഏകദേശം 1,61,000 വരുന്ന രാജ്യത്തെ കത്തോലിക്കർക്കായി ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ പരിശുദ്ധ പിതാവ് ദിവ്യബലി അർപ്പിക്കും. ശേഷം സേക്രഡ് ഹാർട്ട് സ്കൂളിൽ യുവജനങ്ങളുമായും കൂടിക്കാഴ്ച ക്രമീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ മനാമയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ പ്രാദേശിക ബിഷപ്പുമാർ, വൈദികർ, സമർപ്പിത വ്യക്തികൾ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവരുമായുള്ള പ്രാർത്ഥനാ യോഗത്തോടെ അപ്പസ്തോലിക സന്ദർശനത്തിന് വിരാമം കുറിച്ച് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ദൈവവചനമാണ് അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആപ്തവാക്യമെന്നും വത്തിക്കാൻ അറിയിച്ചു. ദൈവത്തിന് മുന്നിലേക്ക് തുറന്നിരിക്കുന്ന 2 കൈകൾക്ക് സമാനമായി ബഹ്റൈന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും പതാകകൾ വരച്ചു ചേർത്തിരിക്കുന്നതാണ് അപ്പസ്തോലിക യാത്രയുടെ ലോഗോ. സമാധാനത്തിന്റെ അടയാളമായ ഒലിവിലയും ലോഗോയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബഹ്റൈൻ രാജ്യം കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ച അറബിയിലെ നമ്മുടെ കന്യക എന്ന പേരുള്ള കത്തീഡ്രലിലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചിരിക്കുന്നതിന്റെ അടയാളമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേര് നീല നിറത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.